അങ്ങനെ രാവിലെ ബാംഗ്ലൂർ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഓട്ടോക്കാരൻ വന്ന് നമ്മളെ വിളിച്ചുട്ടോ. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, മൂപ്പരെ വണ്ടിയിൽ അങ്ങോട്ട് കയറി നേരെ മോളൂൻ്റെ PGക്ക് പോയി കേട്ടോ. മോളൂനാണെങ്കിലോ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കം ശരിയാവായിട്ട് കിളി പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ PGൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ 11:30 മണിക്കാണ് കേട്ടോ ചെക്കിന്. പിന്നെ ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യുക, അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അതും പല്ലൊന്നും തേക്കാതെ അങ്ങനെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് റൂം സെറ്റ് ആയത്. റൂമൊക്കെ നല്ല അടിപൊളി സൗകര്യമുള്ള റൂമാണ് കേട്ടോ. അവിടെ 3500 രൂപയാണ് ഒരു ദിവസം വരുന്നത്. നമ്മൾ പിന്നെ നാളെ രാത്രി പോകും കേട്ടോ. പിന്നെ വേറെ രസം ഉണ്ടായിട്ട് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ നമ്മളടുത്ത് നിന്ന് ഓട്ടോക്കാരൻ 1300 രൂപ കേട്ടോ വാങ്ങിയത്. മോള് പറഞ്ഞ 500 രൂപയെ വരുള്ളൂ. നമ്മൾ റാപ്പിഡ് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കാരണം ആദ്യമായിട്ടാണല്ലോ ബസ്സിനും ഓട്ടോയിലൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അല്ലെങ്കിലും ബസ്സിന് വരണ്ടെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ ബസ്സിൽ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് പല്ലിയേക്കാന്ന് വിചാരിച്ച് പൈപ്പ് തുറന്നു നോക്കുമ്പോൾ ഉണ്ടല്ലോ വെള്ളമല്ല. പിന്നെ ഓലെ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അടുത്താണ് മാൾ ഓഫ് ഏഷ്യ, അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി താഴെ മോളൂനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഒരു മദാമ കവറൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. മദാമൻ്റെ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് സ്കർട്ടും ടോപ്പും. അങ്ങനെ മോളൂനെ വെയിറ്റ് ചെയ്ത് അകത്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അപ്പോഴാണ് ഹോട്ടലിൻ്റെ പേരൊക്കെ ശ്രദ്ധിച്ചത്. ചൂടെടുത്തപ്പോൾ വീണ്ടും ഞങ്ങൾ ഉള്ളിൽ തന്നെ കയറിയിട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മോളും എത്തി. അപ്പോൾ ഇനി മാൾ ഓഫ് ഏഷ്യയിലെ വിശേഷങ്ങളൊക്കെ നാളെ.